സിസ്റ്ററെ, ആ 305 പേഷ്യന്റ് ആകെ കരച്ചില്ല. വീട്ടുകാരുടെ ഉപദേശങ്ങൾ കേട്ട് ആകെ മടുത്തു അത്രേ. എന്താ ഇവിടെ ഒരു ചർച്ച? എന്താണ് കാര്യം? 305 പേഷ്യന്റ് എന്താ പ്രശ്നം? ഓ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ലോ. നമുക്കല്ലെങ്കിൽ കുറച്ച് പോസ്റ്റ്മോർട്ടം മിത്സ് ബ്രേക്ക് ചെയ്താലോ? ഡെലിവറിക്ക് ശേഷമുള്ള ചില പ്രാക്ടീസസ് നമുക്ക് ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാം. പ്രസവശേഷം അനങ്ങാനേ പാടില്ല. 0 ഔട്ട് ഓഫ് 10. എപ്പോഴും ഡെലിവറിക്ക് ശേഷം മൊബിലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 45 മിനിറ്റ് ഒക്കെ കിടന്നു കഴിഞ്ഞാൽ 5-10 മിനിറ്റ് എങ്കിലും എഴുന്നേറ്റ് നടക്കുക. അല്ലെങ്കിൽ കാലുകളിൽ രക്തം കട്ടുപിടിക്കാനും DVTക്കുള്ള സാധ്യത ഏറാനും കൂടുതലാണ്. ഓട്ടോയിൽ മസാജും തിളച്ച വെള്ളത്തിലുള്ള കുളിയും. അതിന് നമുക്കൊരു 6 on 10 കൊടുക്കാം. ഇതിപ്പോ വേദഗുളിയൊക്കെ പറയുന്ന ഒരു സാധനമാണിത്. ഇപ്പൊ അത് ഏകദേശം വെന്തഗുളിയായി മാറിയിട്ടുണ്ട്. 6 on 10 തന്നെ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ മസാജും ഈ ചൂടുവെള്ളത്തിലുള്ള കുളിയൊക്കെ ആവുമ്പോൾ കുറച്ച് സ്ട്രെസ് റിലീഫും ഒരു റിലാക്സേഷനും ഒക്കെ ഉണ്ടാവും. അതിന് നല്ല തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. വയർ തുണി വെച്ച് വലിച്ചു മുറുകി കെട്ടുന്നത്. 3 on 10. 3 തന്നെ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് സപ്പോർട്ടേ ആവശ്യമുള്ളൂ. അതിനൊരു അബ്ഡോമിനൽ ബൈൻഡർ തന്നെ ധാരാളം. അല്ലാതെ വലിച്ചു മുറുക്കി കെട്ടി ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. പ്രസവത്തിന് ശേഷമുള്ള കരച്ചിലും ദേഷ്യവും ഇത് എല്ലാവർക്കും ഉള്ളതാണ്, അത് കാര്യാക്കണ്ട. 0 on 10. പ്രസവത്തിന് ശേഷമുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺസിനെ നമുക്കൊരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആയിട്ട് കണക്കാക്കാം. അതൊരു 2 to 8 days അല്ലെങ്കിൽ മാക്സിമം 10 days നോർമൽ ആണ്. അത് ഹോർമോണൽ ആക്ടിവിറ്റി കാരണമുള്ളതാണ്. പക്ഷേ ആ സമയത്ത് ഒരു സ്ട്രോങ് ഫാമിലി സപ്പോർട്ട് ആൻഡ് സ്ട്രോങ് പാർട്ട്ണർ സപ്പോർട്ട് ഇസ് വെരി മച്ച് എസെൻഷ്യൽ. സോ ദാറ്റ് അതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് എത്തരുത്. താങ്ക് യു.